പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കെ സംഘർഷത്തിൽ ആർക്കാണ് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചത് എന്ന തരത്തിൽ കണക്കുകൾ പുറത്തുവരികയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ കുറഞ്ഞത് 17 കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന് നേരെയുണ്ടായ US-ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായി മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ടു. എംബസികൾ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെ നടന്ന ഈ ആക്രമണങ്ങളിൽ നിരവധി അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയത് മുതൽ ഒന്നിലധികം തവണ ആക്രമിക്കപ്പെട്ടവയുൾപ്പെടെ അമേരിക്കയുടെ കേടുപാടുകൾ സംഭവിച്ച കുറഞ്ഞത് 17 കേന്ദ്രങ്ങളെങ്കിലും ന്യൂയോർക്ക് ടൈംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹൈ റെസല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ, പരിശോധിച്ചുറപ്പിച്ച സോഷ്യൽ മീഡിയ വീഡിയോകൾ, US ഉദ്യോഗസ്ഥരുടെയും ഇറാൻ സ്റ്റേറ്റ് മീഡിയയുടെയും പ്രസ്താവനകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ വിശകലനം നടത്തിയത്. പ്രത്യാക്രമണങ്ങളുടെ തീവ്രത, ട്രംപ് ഭരണകൂടം കരുതിയതിനേക്കാൾ വലിയൊരു യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നതിനായി US സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു. അമേരിക്കൻ കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങളുടെ വ്യാപ്തി കാണിക്കാൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഞങ്ങൾ ഇവിടെ നൽകുന്നു. ഇതിൽ പല ചിത്രങ്ങളും വാർത്താ സൈറ്റുകളിലും സോഷ്യൽ മീഡിയയിലും നേരത്തെ പ്രചരിച്ചവയാണ്. അല്ലാത്തവയുടെ കാര്യത്തിൽ വിവരങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനായി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ദൂരെയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ നൽകുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ മേഖലയിലെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടു. ഇവയിൽ ഭൂരിഭാഗവും തകർക്കാൻ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞുവെന്ന് US ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. എങ്കിലും ഈ മേഖലയിലുള്ള അമേരിക്കയുടെ പകുതിയോളം സൈനിക താവളങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംഘർഷം തുടങ്ങിയ ആദ്യ ദിവസമായ ഫെബ്രുവരി 28-ന് സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, കുവൈറ്റിലെ അലി അൽ സേലം എയർബേസ്, ക്യാമ്പ് ബ്യൂറിംഗ് ബേസ്, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US താവളമായ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് എന്നിവയുൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടു. പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾക്കും ആശയവിനിമയ സംവിധാനങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അമേരിക്കൻ കപ്പലടക്കം 2 കൂറ്റൻ ചരക്കു കപ്പലുകൾ ഇറാൻ തകർക്കുകയും ചെയ്തു. അത്യാധുനിക അന്തർവാഹിനി ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ മിന്നൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും നിരവധി പേരെ കാണാതായതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മരിച്ചയാളെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളോ കൂടുതൽ സ്ഥിരീകരണമോ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വഴി നീങ്ങുന്ന കപ്പലുകൾക്ക് ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിച്ചത്. തായ്ലൻഡ്, ജപ്പാൻ, അമേരിക്ക തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണയും മറ്റ് ആവശ്യ സാധനങ്ങളുമായി പോയ കപ്പലുകൾ ഇതിനോടകം തന്നെ കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ നാവികസേന കടലിൽ ശക്തമായ സുരക്ഷാ വലയം തീർത്തെങ്കിലും ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയെ പ്രതിരോധിക്കുന്നതിൽ അവർക്ക് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ചരക്കു കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ഈ നീക്കങ്ങൾ ആഗോള വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ചരക്ക് നീക്കം മന്ദഗതിയിലായതോടെ ലോകമെമ്പാടും ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. കടലിടുക്കിലെ അനിശ്ചിതത്വം തുടരുന്നത് വരും ദിവസങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സങ്കീർണമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ.